ഞാൻ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 4 സബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് അതാണ് നമ്മളുടെ സ്ട്രാറ്റജി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ ക്രിസ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന ബാച്ച് ഓഫ് സ്റ്റുഡൻസ് 4 സബ്ജക്റ്റും ഒരേപോലെ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായി പഠിക്കുന്നതും ഇപ്പം റിവിഷൻ പ്രോഗ്രാമിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡ് ഫൈനൽ ഒരു എക്സാം സീരീസിലൂടെയും കടന്നു പോകുമ്പോൾ എല്ലാം 4 സബ്ജക്റ്റ് ഒരുപോലെ പഠിക്കുന്ന ആളുകളാണ്. പക്ഷേ ഞാൻ നിങ്ങൾ പബ്ലിക് ആയിട്ടുള്ള ഐസർ ആസ്പിറൻസിനോട് സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും നീറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ജെഇക്ക് വേണ്ടിയോ ഒക്കെ പ്രിപ്പയർ ചെയ്തതോ റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്കുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇനി മുന്നിലേക്കുള്ള ദിവസങ്ങൾ ജൂൺ 7-ാം തീയതി പരീക്ഷയാണ്. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള 3 സബ്ജക്ട് ഉണ്ടല്ലോ, അതായത് നിങ്ങളൊരു നീറ്റ് റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാത്സ് അല്ലാത്ത 3 സബ്ജക്ട് ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങളൊരു ജെഇ റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിൽ ബയോളജി അല്ലാത്ത 3 സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ 3 സബ്ജക്റ്റുകൾ പ്രൈമറി സബ്ജക്റ്റുകളായിട്ട് വെക്കുക. അത് അടിപൊളിയായിട്ട് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം റിവിഷന്റെ സമയത്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു സബ്ജക്റ്റിന് നിങ്ങൾ സെക്കൻഡറി ആയിട്ട് വെക്കുക. അതിന്റെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ തീർക്കേണ്ടതില്ല. ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു 10-15 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി തീർക്കുക. ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സെക്കൻഡറി ആക്കി വെച്ചുകൊണ്ട് 3 പ്രൈമറി സബ്ജക്റ്റുകൾ കയ്യിലുണ്ട് എങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 150 മാർക്സ് വാങ്ങിക്കാൻ കഴിയും. അപ്പൊ ഇതുപോലെയുള്ള സ്ട്രാറ്റജി വെച്ചിട്ട് വേണം നമ്മൾ ഐസറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ പോയി എഴുതുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുപോലെയുള്ള സ്ട്രാറ്റജി നിങ്ങളൊരു ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഐസർ ഓൾറെഡി ക്ലിയർ ചെയ്ത മെന്റേഴ്സിന്റെ അടുത്ത് അവരുടെ ഗൈഡൻസിൽ പഠിക്കണമെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഐസറിന് വേണ്ടി മാത്രമുള്ള ഒരു ക്രാഷ് കോഴ്സ് ക്രിസ്പറിൽ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. സോ സീ യു ദെയർ ഇൻ ദ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.